ഹൃദയപൂർവം ഭാഗം 69. ആ സമയം ബ്ലോക്കിൽ കിടക്കുന്ന ഒരു വണ്ടിയിലേക്ക് ലക്ഷ്മിയുടെ ശ്രദ്ധ പോയത്. അത് ബ്ലാക്ക് XUV ആയിരുന്നു. അത് അവൾ അതിലേക്ക് തന്നെ നോക്കി നിന്നു. അവളുടെ കൈ അപ്പോഴും മാധവിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. എന്നാൽ വണ്ടിയിലേക്ക് നോക്കിയ ലക്ഷ്മിയുടെ കൈ മാധവിൻ്റെ കയ്യിൽ മുറുകി. അവളുടെ കൈയുടെ മുറുക്കം തൻ്റെ കയ്യിൽ അറിഞ്ഞതും അവളുടെ മുഖത്തേക്ക് നോക്കി മാധവ്. അപ്പോഴാണ് അവൾ പേടിയോടെ നോക്കി നിൽക്കുന്നത് അവൻ കണ്ടത്. അവളുടെ നോട്ടം പോകുന്ന ഭാഗത്തേക്ക് നോക്കി. എന്തുപറ്റി ലക്ഷ്മി? മാധവ് ചോദിച്ചു. ഈശ്വർ. അവൾ ആ പേര് പറഞ്ഞതും അടുത്തു നിന്ന എല്ലാവരും ആ പേര് കേട്ട ഭാഗത്തേക്ക് നോക്കി. കോ ഡ്രൈവിംഗ് സീറ്റിൽ ആരോട് ഫോണിൽ സംസാരിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരാളിലേക്കാണ് ലക്ഷ്മിയുടെ കണ്ണുകൾ എന്ന് കണ്ടതും അവരും അയാളെ തന്നെ നോക്കി. എന്നാൽ അങ്ങോട്ട് നോക്കിയ സന്ദീപ്, അത് ഈശ്വറാണല്ലോ, ഇവനെന്താ ഇവിടെ? സന്ദീപ് പറഞ്ഞതും അവൻ പറഞ്ഞത് കേട്ട് എല്ലാവരും ഞെട്ടലോടെ സന്ദീപിനെ നോക്കി. നീ അറിയോ ഈശ്വറിനെ? മാധവ് ചോദിച്ചു. പിന്നെ അറിയും, ഞാൻ പറഞ്ഞില്ലേ അമ്മയുടെ സഹോദരൻ എന്ന്. എനിക്ക് വേണ്ടി വിവാഹം ആലോചിച്ച നിളയുടെ ഏട്ടനും കൂടിയാണ് ഈശ്വർ. അത് കേട്ട് ലക്ഷ്മി ഒരു ഞെട്ടലോടെ മാധവിനെ നോക്കി. മാധവ് അവളെ ചേർത്ത് പിടിച്ചു. എല്ലാവരുടെയും മുഖത്തെ മാറ്റം സന്ദീപ് കണ്ടിരുന്നു. അവൻ എന്താ എല്ലാവരും ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നത്? എന്തുപറ്റി ലക്ഷ്മിക്ക്? ലക്ഷ്മിയുടെ കണ്ണുകൾ നിറയുന്നതും അവളെ ചേർത്ത് മാധവ് പിടിച്ചു നിൽക്കുന്നതും കണ്ടപ്പോൾ ചെറിയൊരു ആകാംക്ഷയോടെ പരിഭ്രമത്തോടു കൂടി സന്ദീപ് ചോദിച്ചു. ഈ ഈശ്വർ ഇപ്പോൾ എന്താ ഇവിടെ? ഉദയനാണ് ചോദിച്ചത്. ശരിക്കും ഇവൻ്റെ നാട് തൃശ്ശൂരാണ്. സഞ്ജയുടെ ഷോപ്പിലേക്ക് ഇടയ്ക്ക് അവൻ വരും. കാരണം അവർ രണ്ടുപേരും ഒരുമിച്ചാണ് ഡ്രസ്സെല്ലാം കൊണ്ടുവരുന്നത്. ഇവനും ഒരു ടെക്സ്റ്റൈൽ ഷോപ്പുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാറുണ്ട് സഞ്ജയുടെ ഷോപ്പിലേക്ക്. സന്ദീപ് പറഞ്ഞുകൊണ്ട് മാധവിനെയും ലക്ഷ്മിയെയും നോക്കി. ലക്ഷ്മി മോളെ, നവീൻ ഒരു കുപ്പി വെള്ളം മേടിക്ക്. ഉദയൻ പറഞ്ഞതും വേഗം തന്നെ നവീൻ ചെന്ന് വെള്ളം വാങ്ങിക്കൊണ്ടുവന്നു. കുടിക്ക് ലക്ഷ്മി. മാധവ് പറഞ്ഞതും ലക്ഷ്മി മാധവിൻ്റെ ഒരു കൈയിൽ നിന്നും ഒരു കൈ വിട്ടുകൊണ്ട് വെള്ളം വാങ്ങി കുടിച്ചു. എന്താ കാര്യം? നിങ്ങൾ കാര്യം പറയുന്നുണ്ടോ? നിങ്ങൾക്ക് ഈശ്വരനെ അറിയോ? സന്ദീപ് ചോദിച്ചു. ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷേ ലക്ഷ്മിക്ക് നന്നായിട്ട് അറിയാം. ഇഷാനിയാണ് പറഞ്ഞത്. എങ്ങനെ? ലക്ഷ്മിയുടെ നാട് തൃശ്ശൂരാണ്, ഗംഗ പറഞ്ഞു. അങ്ങനെയാണോ ഈശ്വരനെ പരിചയം? സന്ദീപ് ചെറിയൊരു സംശയത്തോടെ ലക്ഷ്മിയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും നമുക്ക് അകത്തേക്കെങ്ങാനും ഇരിക്കാം. ലക്ഷ്മി നന്നായി പേടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് പോകാം എന്ന് നവീൻ പറഞ്ഞതും എന്നാൽ വാ നമുക്ക് അകത്തേക്കിരിക്കാം എന്ന് പറഞ്ഞ് അവരെല്ലാവരും കൂടി റെസ്റ്റോറൻറ്റിൻ്റെ ഫാമിലി റൂമിലേക്ക് കയറി. എല്ലാവരും ഇരുന്നു. ലക്ഷ്മി അപ്പോഴും മാധവിൻ്റെ അടുത്ത് തന്നെ ഇരുന്നു. അവനോട് ചേർന്ന് അവളെ ചേർത്ത് പിടിച്ച് അവനും. അവളുടെ അടുത്തായിട്ട് ഉദയനും ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് കുടിക്കാൻ എന്തെങ്കിലും പറയട്ടെ? നവീൻ മറ്റുള്ളവരോട് ചോദിച്ചു. എന്തെങ്കിലും വെള്ളം മതി, ഗംഗ പറഞ്ഞു. അപ്പോഴും ചെറിയൊരു പേടിയോടെ മാധവിൻ്റെ തോളിലേക്ക് ചാഞ്ഞു കിടക്കുന്ന ലക്ഷ്മിയെ കണ്ട് സന്ദീപ്, മാധവ് എന്താ കാര്യം? എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറ. സന്ദീപ് പറഞ്ഞതും പ്രശ്നമുണ്ട്, ചെറിയ പ്രശ്നമല്ല, അത്യാവശ്യം വലിയ പ്രശ്നം തന്നെ. അതിനു മുമ്പ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഈശ്വരൻ്റെ വിവാഹം കഴിഞ്ഞതാണോ? ഉദയൻ ചോദിച്ചു. കഴിഞ്ഞതാണ്. സന്ദീപ് ഏത് പേരാണ് പറയാൻ പോകുന്നത് എന്നറിയാൻ ആകാംക്ഷയോടെ മാധവിൻ്റെ അടുത്ത് ഇരുന്ന ലക്ഷ്മി. ദേവിക വിശ്വനാഥൻ. ആ പേര് പറഞ്ഞതും ലക്ഷ്മി ഞെട്ടലോടെ മാധവിൻ്റെ തോളിൽ നിന്നും തല ഉയർത്തി. ദേവു. അവളുടെ നാവിൽ നിന്നും ആ പേര് പുറത്തേക്ക് വന്നു. ലക്ഷ്മി അറിയുമോ ദേവികയെ? അവൾ ആ പേര് പറയുന്നത് കേട്ടുകൊണ്ട് സന്ദീപ് ചോദിച്ചു. അറിയുമെന്നുള്ള രീതിയിൽ അവൾ തലയനക്കി. എങ്ങനെ? നിങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നോ? സന്ദീപ് ചോദിച്ചു. സന്ദീപ്, ഞങ്ങൾ പറയാം. അതിനു മുമ്പ് ദേവികയും ഈ ഈശ്വറുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്ര നാളായി? മാധവ് ചോദിച്ചു. ഇപ്പോൾ വിവാഹം കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഒരു 4-5 മാസമായിട്ടുണ്ടാകും. അതെയോ? അറേഞ്ച് മാരേജ് ആയിരുന്നോ അതോ ലവ് മാരേജ് ആയിരുന്നോ? മാധവ് ചോദിച്ചു. അത് അവൻ കണ്ട് ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ചു എന്നാണ് പറഞ്ഞത്. പക്ഷേ എന്തൊക്കെയോ ചെറിയ പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്ക് കല്യാണത്തിന് പോയപ്പോൾ തോന്നി. അമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, പക്ഷെ ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല, സന്ദീപ് പറഞ്ഞു. നിങ്ങൾ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ. എന്തിനാണ് ലക്ഷ്മി ഈശ്വരനെ കണ്ടിട്ട് ഇത്ര ടെൻഷനായിട്ടിരിക്കുന്നത്, മുഖം പേടിച്ചിരിക്കുന്നത്? സന്ദീപ് ചോദിച്ചു. ഞാൻ പറയാം എന്ന് പറഞ്ഞ് മാധവ് പിന്നീട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. എല്ലാം കേട്ട് ഞെട്ടിയിരിക്കുകയായിരുന്നു സന്ദീപ്. ലക്ഷ്മിയെ നോക്കി.
അവന് ഒരു അപകടം സംഭവിച്ചിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിരുന്നു. ആക്സിഡൻ്റ് ആണെന്നാണ് അമ്മ പറഞ്ഞത്. ഹോസ്പിറ്റലിലായിരുന്നു കുറച്ച് നാള്. ഇതിപ്പോൾ എനിക്ക് ശരിക്കും ഷോക്കായി. കാരണം ഞാൻ അവനെ കാണാൻ വേണ്ടി പോകാൻ ഇറങ്ങിയപ്പോൾ അതിന് മാത്രം കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ അവൻ ഓക്കെയാണ്, പിന്നെ പോകാം എന്നൊക്കെ പറഞ്ഞ് അമ്മ എന്നെ തടഞ്ഞിരുന്നു. ഈ അപകടത്തിൻ്റെ കാര്യം അമ്മ പറഞ്ഞിട്ടല്ല ഞാൻ അറിഞ്ഞത്, എൻ്റെ അടുത്തൊരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ്. അവനെ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടിട്ട്. പക്ഷേ അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അവൻ്റെ കൂടെയുള്ള ഒരു ഹരിയെ അറിയുമോ സന്ദീപ്? മാധവ് ചോദിച്ചതും അറിയുമോ എന്ന് ചോദിച്ചാൽ ഞാൻ കണ്ടിട്ടുണ്ട്. വലിയ പരിചയമൊന്നുമില്ല. അവരുടെ വീട്ടിൽ പോയപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് 1-2 പ്രാവശ്യം. അതുമാത്രമല്ല, എനിക്ക് അന്നൊക്കെ കണ്ടപ്പോൾ തോന്നിയത് നിളയും ഹരിയുമായിട്ട് ഒരു ഇഷ്ടമുണ്ടോ എന്ന് പോലും എനിക്ക് തോന്നിയിരുന്നു. പിന്നെ എനിക്ക് വേണ്ടി നിളയെ വിവാഹം ആലോചിച്ച് കഴിഞ്ഞാണ് എനിക്ക് മനസ്സിലായത് അതെൻ്റെ തോന്നലായിരുന്നു എന്ന്. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് വേണ്ടി അവളെ വിവാഹം ആലോചിക്കില്ലായിരുന്നു. കാരണം അവൾക്ക് ഹരിയെ ആണ് ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും അവരെല്ലാവരും സമ്മതിക്കും. അതിൽ പിന്നെ ഞാൻ അവരുടെ വീട്ടിലേക്ക് പോയിട്ടില്ല. മനഃപൂർവ്വം പോകാതിരിക്കാൻ ഓരോ കാരണങ്ങൾ കണ്ടെത്തുമായിരുന്നു. പക്ഷേ അവൾ ആത്മഹത്യക്ക് ശ്രമിച്ച ആ സമയത്ത് അമ്മ പിടിച്ച പിടിയാലെ കൊണ്ടുപോയതാണ്. അന്ന് ഈശ്വറിൻ്റെയും ഈ കുട്ടിയുടെയും വിവാഹം കഴിഞ്ഞിട്ടുണ്ടായിരുന്നോ? മാധവ് ചോദിച്ചു. കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവരുടെ വിവാഹം കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞാണ് ഈ സംഭവം നടക്കുന്നത്. ഈശ്വറിൻ്റെയും ദേവികയുടെയും വിവാഹം ആർഭാടപൂർണ്ണമായിരുന്നോ? മാധവ് ചോദിച്ചു. ഇല്ല, വളരെ ചെറിയ രീതിയിലാണ് നടത്തിയത്. അതായിരുന്നു ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തിയത്. കാരണം ആ വീട്ടിൽ ഈശ്വറിൻ്റെ വിവാഹം എന്ന് പറഞ്ഞാൽ വലിയ പരിപാടിയായിരിക്കും എന്നാണ് കരുതിയത്. പക്ഷേ ആ പെൺകുട്ടിയുടെ വീട്ടിൽ എന്തോ മരണം സംഭവിച്ചിരിക്കുന്നത് കൊണ്ട് വലിയ രീതിയിൽ വിവാഹം നടത്താൻ പാടില്ല എന്നും വളരെ ചെറിയ രീതിയിൽ ലളിതമായിട്ടാണ് വിവാഹം നടത്തിയത്. അവരുടെ ജീവിതം ഇപ്പോൾ എങ്ങനെയാണെന്ന് അറിയുമോ? നവീൻ ചോദിച്ചു. എനിക്കറിയില്ല. ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് തോന്നുന്നു ആ കുട്ടി എന്തെങ്കിലും മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കുമോ അവനെ വിവാഹം കഴിച്ചിരിക്കുന്നത്? അല്ലെങ്കിൽ അത്രയും ക്രൂരമായി അവളെ ഉപദ്രവിച്ചവനെ അവൾ വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞാൽ? സന്ദീപ് ഇപ്പോഴും അവർ പറഞ്ഞു കേട്ട ആ ഷോക്കിൽ തന്നെയായിരുന്നു. എന്നാലും അവരുടെ വീട്ടുകാരെ സമ്മതിക്കണം. എന്തു മനുഷ്യരാണ് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ലക്ഷ്മി കാണിക്കുന്ന പകുതി ആത്മാർത്ഥത പോലും അവർ അവളുടെ കാര്യത്തിൽ കാണിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതാണ് പറയുന്നത്, ഒരുപാട് പണം, പ്രശസ്തി എല്ലാം ഉണ്ടായാലും പ്രശ്നമാണ്. പിന്നെ അത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തത്തിന് പുറത്ത് പല കാര്യങ്ങളും കണ്ണടക്കേണ്ടി വരും. ഇപ്പോൾ എൻ്റെ വീടിൻ്റെ അവസ്ഥ തന്നെ കണ്ടില്ലേ? പണം ആവശ്യത്തിൽ കൂടുതലാണ്. പക്ഷേ സമാധാനവും സ്വസ്ഥതയും ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. സന്ദീപ് അത് പറഞ്ഞതും അവൻ്റെ അടുത്തുണ്ടായിരുന്ന ഗംഗ അവൻ്റെ കയ്യിൽ പിടിച്ചു. അവൻ അവളെ നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവൻ്റെ കണ്ണുകൾ ആ സമയം നിറഞ്ഞിരിക്കുന്നത് എല്ലാവരും കണ്ടു. അവൻ എത്രമാത്രം സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് എന്ന് അതിലൂടെ അവർ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. ഞാൻ എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഇതിനെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കാം. സഞ്ജയ്, അവൻ ഇതെല്ലാം അറിയാമായിരിക്കും. സന്ദീപേട്ട, സഞ്ജയേക്കാളും കുറച്ചുകൂടി എല്ലാ കാര്യങ്ങളും അറിയുന്നത് സച്ചിദേവിനായിരിക്കും. ലക്ഷ്മിയുടെ ആ വെളിപ്പെടുത്തൽ കേട്ട് എല്ലാവരും അവളെ നോക്കി. അവൾ മാധവിൻ്റെ മുഖത്തേക്ക് നോക്കി. മാധവേട്ട, ഞാൻ ഇവിടെ വന്ന സമയത്ത് സച്ചിദേവിനെ കണ്ടപ്പോൾ എവിടെയോ കണ്ട് പരിചയമുള്ളതുപോലെ എനിക്ക് തോന്നിയിരുന്നു. എവിടെ വെച്ച്? അവൾ പറഞ്ഞതും പെട്ടെന്ന് തന്നെ മാധവ് ചോദിച്ചു. ഞങ്ങളുടെ അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ അന്ന്. അവിടെ വെച്ചാണ് ഈശ്വരനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അന്ന് സച്ചിദേവും ഉണ്ടായിരുന്നു അവിടെ, അവൾ പറഞ്ഞു. അന്ന് സംഭവം നടക്കുമ്പോൾ അവിടെ നീ സച്ചിദേവിനെ കണ്ടിരുന്നോ? ചെറിയൊരു ഭയത്തോടെയാണ് സന്ദീപ് ചോദിച്ചത്. അവിടെ കണ്ടിരുന്നോ എന്ന് ചോദിച്ചാൽ അന്ന് ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ അമ്പലത്തിൻ്റെ ഉത്സവത്തിൻ്റെ അന്ന് ഞാൻ കണ്ടിരുന്നു എന്ന് എനിക്ക് ഉറപ്പുണ്ട്, അവൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ലക്ഷ്മി, സച്ചിദേവ് നിന്നെ കണ്ടപ്പോൾ ഓർക്കുമായിരുന്നില്ലേ? ഗംഗ ചോദിച്ചു. ഒരു പക്ഷേ അന്ന് ലക്ഷ്മിയെ അവൻ കാണാത്തത് കൊണ്ടാണെങ്കിലും. ഇല്ല, അതിന് സാധ്യതയില്ല. ലക്ഷ്മി കണ്ടിട്ടുണ്ടാകും, മനസ്സിലാവാത്തത് കൊണ്ടായിരിക്കും. ഈ പറയുന്ന ഹരി, ഈശ്വർ, സച്ചിദേവ് ഇവരെല്ലാവരും കൂട്ടുകാരായിരിക്കും. അതുകൊണ്ടാണല്ലോ അന്ന് അമ്പലത്തിലെ ഉത്സവത്തിന് സച്ചിദേവ് അവിടെ വന്നത്, അതും ഈശ്വറിൻ്റെ ഒപ്പം. ഈശ്വറിൻ്റെ ഒപ്പം വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഹരിയെയും സച്ചിക്ക് അറിയാമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഹരിയുടെ പ്രണയമാണ് എന്ന് അന്ന് അവിടെ വെച്ച് ദേവുവിനെ കാണിച്ചു കൊടുത്തിട്ടുണ്ടാവും സച്ചിക്ക്. അങ്ങനെയാണെങ്കിൽ ദേവുവിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന ലക്ഷ്മിയെ അവൻ കാണാതിരിക്കാൻ വഴിയില്ലല്ലോ, മാധവ് പറഞ്ഞു. അത് ശരിയാണല്ലോ. അങ്ങനെയാണെങ്കിൽ സച്ചിദേവ് അറിഞ്ഞു വെച്ചുകൊണ്ടാണോ ലക്ഷ്മിയുടെ അടുത്ത് സംസാരിക്കാൻ മറ്റും വന്നത്? സാന്ദ്ര ചോദിച്ചു. അറിയില്ല, ഇതിപ്പോ എന്താ സംഭവം എന്നറിയില്ല.
ലക്ഷ്മി ഇവിടെ ഉണ്ട് എന്ന് സച്ചിദേവ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് അവൻ ഈശ്വരനെയും ഹരിയെയും എല്ലാം അറിയിച്ചിട്ടുണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഇതിനോടകം തന്നെ ഈശ്വരും കൂട്ടരും ലക്ഷ്മിയെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ വന്നേനെ. പക്ഷേ ഇത് അവൻ ചെയ്തിട്ടില്ല എങ്കിൽ ഒരു പക്ഷേ അവന് ലക്ഷ്മിയെ മനസ്സിലായി കാണില്ല. അതായിരിക്കും കാരണം, നവീൻ പറഞ്ഞു. ചിലപ്പോൾ അവിടെ നിന്നും വന്നതിൽ വെച്ച് ലക്ഷ്മിക്ക് മാറ്റങ്ങൾ വന്നിട്ടുണ്ടാകും. അവന് അതുകൊണ്ടായിരിക്കാം തിരിച്ചറിയാൻ പറ്റാതെ പോയത്, ഉദയനും പറഞ്ഞു. എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ അറിഞ്ഞേ പറ്റൂ. പിന്നെ ഈശ്വർ ദേവികയെ വിവാഹം കഴിച്ചതിന്റെ രഹസ്യവും നമ്മൾ അറിയണം. ഇനി അവന് ലക്ഷ്മിയോട് പക വീട്ടാനുള്ള വരവ് കൂടിയാണോ, അവൻ ലക്ഷ്മിയെ അന്വേഷിക്കുന്നുണ്ടോ എന്നെല്ലാം കൂടി നമ്മൾ അറിയണം. എന്നിട്ട് വേണം നമുക്ക് എന്തെങ്കിലും ചെയ്തു തുടങ്ങാൻ, മാധവ് പറഞ്ഞു. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണമെങ്കിലും ആദ്യം വേണ്ടത് ഈ പേടിച്ചിരിക്കുന്ന ആൾക്ക് ആത്മബലവും ധൈര്യത്തോടും കൂടി എന്തും നേരിടാൻ പറ്റണം. അല്ലാതെ ഇങ്ങനെ പേടിച്ചിരുന്നാൽ ഒരു കാര്യവും നടക്കില്ല. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. മാധവ് ലക്ഷ്മിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. നീ എന്തിനാണ് ശരിക്കും ഈശ്വരനെയും ഹരിയെയും എല്ലാം പേടിക്കുന്നത്? അതാണ് ആദ്യം നീ പറഞ്ഞു തരേണ്ടത്, മാധവ് പറഞ്ഞു. പേടിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഞാനാണ് അന്ന് അവരെ ഉപദ്രവിച്ചത്. അതിൻ്റെ ദേഷ്യവും വൈരാഗ്യവും അവർക്ക് എന്നോട് ഉണ്ടാകാൻ സാധ്യതയുണ്ടല്ലോ. അതുകൊണ്ട് അവരെന്നെ ഉപദ്രവിക്കുമോ എന്നുള്ളൊരു ഭയം എനിക്കുണ്ട്, അവൾ പറഞ്ഞു. അങ്ങനെ ഭയമുള്ള ആളാണെങ്കിൽ നിനക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അന്ന് അങ്ങനെ ഒരു ഭയമുണ്ടായിരുന്നെങ്കിൽ നിനക്ക് നിന്റെ കൂട്ടുകാരിയെ രക്ഷിക്കാൻ പോലും പറ്റില്ലായിരുന്നു. പക്ഷേ ആ സാഹചര്യം, അതിനോട് നീ പൊരുത്തപ്പെട്ടു. അന്ന് നിന്റെ മനസ്സിൽ ഭയമില്ലായിരുന്നു, മറിച്ച് അവരോടുള്ള ദേഷ്യമായിരുന്നു. കൂട്ടുകാരിയെ രക്ഷിക്കണമെന്നുള്ള മനസ്സുണ്ടായിരുന്നു നിനക്ക്. അതിന് എന്തും നീ ചെയ്യുമായിരുന്നു. അങ്ങനെ നീ ചെയ്തതാണ്. പക്ഷേ ഇന്ന് നിന്റെ മനസ്സിനെ ഭരിക്കുന്നത് ഭയമാണ്. ആ ഭയമില്ലെങ്കിൽ നിനക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആരെയും പേടിക്കാതെ, അവർ മുന്നിൽ വന്ന് നിന്നാൽ പോലും പേടിക്കാതെ നിനക്ക് നിൽക്കാൻ സാധിക്കുകയാണെങ്കിൽ നിന്റെ കൂടെ എന്തിനും ഞാനുണ്ടാകും, മാധവ് പറഞ്ഞു. എനിക്ക് പെട്ടെന്ന് അങ്ങനെ ചോദിച്ചാൽ പറ്റില്ല. കുറച്ച് സമയം വേണം, അവൾ പറഞ്ഞു. നിനക്ക് സമയം ഞാൻ തരാം. പക്ഷേ അത്രയും സമയം നിന്റെ മുന്നിലുണ്ടോ എന്ന് നീ ആലോചിക്കണം. ഇന്ന് യാദൃച്ഛികമായി ഈശ്വർ എന്ന ആളെ നീ കണ്ടു. നാളെ അയാളെ മാത്രമല്ല ഹരിയെയും ഒരുമിച്ച് കണ്ടാൽ എന്തു ചെയ്യും? അവര് നിന്റെ മുന്നിൽ വന്ന് നിന്നാൽ നീ എന്തു ചെയ്യും? അപ്പോൾ നിനക്ക് പ്രതികരിക്കാൻ സമയം വേണ്ടി വന്നാൽ അത് വൈകിപ്പോകും. എല്ലാം കൊണ്ടും ഇവിടെ പേടിക്കേണ്ടത് അവരാണ്, നിന്നെ. കാരണം തെറ്റ് ചെയ്തത് അവരാണ്, അല്ലാതെ നീയല്ല. നീ ചെയ്തത് തെറ്റല്ല, അത് നീ മനസ്സിലാക്ക്, മാധവ് അവൾക്ക് ആത്മവിശ്വാസം കൊടുക്കുന്നത് പോലെ പറഞ്ഞുകൊണ്ടിരുന്നു. അതവൾ ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ട്, അത് ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് കേട്ടു നിന്നവർക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. ലക്ഷ്മിയുടെ മനസ്സ് ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ്. അതുകൊണ്ട് ഇന്നൊരു ദിവസം നീ ഒന്നിനെക്കുറിച്ച് ആലോചിക്കണ്ട. ആലോചിച്ചാലും എങ്ങും എത്താൻ പോകുന്നില്ല, ഉദയൻ പറഞ്ഞു. സന്ദീപ്, താനൊരു കാര്യം ചെയ്യണം. ഈശ്വർ എന്തിന് ഇവിടെ വന്നു? അയാളും ആ വിവാഹം കഴിച്ച പെൺകുട്ടിയും തമ്മിലുള്ള ദാമ്പത്യ ജീവിതം ഇപ്പോൾ എങ്ങനെ പോകുന്നു എന്നെല്ലാം ഒന്ന് അറിഞ്ഞു വയ്ക്കാൻ പറ്റുമോ തനിക്ക്? അതിൻ്റെ കൂടെ സച്ചിദേവ് അവരുടെ കൂടെ എങ്ങനെയാണ്? സച്ചിദേവിന് ഹരിയുമായിട്ട് പരിചയമുണ്ടോ? പറ്റുമെങ്കിൽ അന്നത്തെ ആ സംഭവം നടക്കുന്ന അന്ന് സച്ചിദേവ് അവരുടെ കൂടെ ഉണ്ടായിരുന്നോ എന്നുകൂടി നമ്മൾ അറിയണം. അതിന് പറ്റുമോ സന്ദീപിന്? മാധവ് ചോദിച്ചു. തീർച്ചയായിട്ടും ഞാൻ അറിഞ്ഞു വയ്ക്കാം. ലക്ഷ്മി, താൻ ധൈര്യമായിട്ടിരിക്കുക. തൻ്റെ കൂടെ ഞാനും ഉണ്ട്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമുക്കത് പരിഹരിക്കാം. ഇപ്പോൾ മാധവ് പറഞ്ഞതുപോലെ താൻ അവരെയല്ല പേടിക്കേണ്ടത്, അവര് തന്നെയാണ് പേടിക്കേണ്ടത്. അതുകൊണ്ട് ഇങ്ങനെ സങ്കടപ്പെട്ട് പേടിച്ചിരിക്കാതെ ധൈര്യമായിട്ടിരിക്കുക. ഒന്നുമില്ലെങ്കിലും മാധവിൻ്റെ ഭാര്യയാണ് ഇപ്പോൾ. ലക്ഷ്മി പണ്ട് ഒറ്റയ്ക്കായിരുന്നു, ഇപ്പോൾ അങ്ങനെയല്ല. അതുകൊണ്ട് ആ ധൈര്യം കാണിക്കണം താൻ. ഇനി എന്ത് കാര്യത്തിനും ഞാനും ഉണ്ടാകും തൻ്റെ മാധവേട്ടൻ്റെ കൂടെ, സന്ദീപും പറഞ്ഞു. അപ്പോഴേക്കും അവർക്ക് പാഴ്സലായിട്ട് പറഞ്ഞ ഫുഡ് എല്ലാം വന്നിരുന്നു. എന്നാൽ പിന്നെ നമുക്ക് ഇറങ്ങിയാലോ? ഈശ്വർ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ എന്ത് വിവരം കിട്ടിയാലും ഞാൻ മാധവിനെ അറിയിക്കാം, സന്ദീപ് പറഞ്ഞു. അത് പറഞ്ഞ് അവർ അവിടെ നിന്നും എഴുന്നേറ്റു. മാധവിൻ്റെ ഒപ്പം കാറിലിരിക്കുമ്പോൾ ലക്ഷ്മിക്ക് ഇത്രയും നേരം ഉണ്ടായിരുന്ന ഭയം കുറഞ്ഞിരുന്നു. എന്നാലും അവൾ മാധവിൻ്റെ തോളിലേക്ക് ചാഞ്ഞു കിടക്കുകയായിരുന്നു. അവളുടെ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു മാധവ്. ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അവളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ കണ്ണുകൾ അടച്ചാണ് അവൾ തൻ്റെ തോളിൽ കിടക്കുന്നത് എന്ന് കണ്ടു. ഇപ്പോൾ അവളുടെ മനസ്സിലുള്ള ഭയത്തെ മാറ്റിയെടുത്താൽ മാത്രമേ ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ പറ്റൂ എന്ന് മാധവിനെ അറിയാമായിരുന്നു. അതെ ലക്ഷ്മി ടീച്ചറെ, ഇന്നലത്തെ എൻ്റെ ഫസ്റ്റ് നൈറ്റ് കുളമായി.
അല്ലേ? ഇന്ന് ഒരു ഈശ്വർ എൻ്റെ സെക്കൻഡ് നൈറ്റും കൊണ്ടുപോയി അല്ലേ? ഇത് ശരിയാവില്ല കേട്ടോ. യഥാർത്ഥ ഈശ്വരൻ പോലും ഇതറിഞ്ഞ പൊറുക്കില്ല. മാധവ് പറഞ്ഞതും അവൾ കണ്ണുകൾ തുറന്ന് അവനെ നോക്കി. ഇന്നും ഞാൻ കന്യകനായി തന്നെ ഇരിക്കേണ്ടി വരും അല്ലേ? അവൻ ചോദിച്ചതും അവളുടെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞു. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. പിരികമുയർത്തി. ആറ്റുനോറ്റ് ആഗ്രഹിച്ചുണ്ടായ വിവാഹമാണ്. അതിൻ്റെ കൂട്ടത്തിൽ ആഗ്രഹിച്ചു പോയതാണ് ഈ ലക്ഷ്മിയെ എൻ്റെ സ്വന്തമാക്കുന്നത്. മനസ്സുകൊണ്ട് എന്നതുപോലെ തന്നെ ശരീരം കൊണ്ടും നമ്മൾ ഒന്നാകുന്നത്. പക്ഷെ ഞാൻ ഇന്നും പട്ടിണി. അവൻ ഒരു നെടുവീർപ്പോടെ പറഞ്ഞതും അവൾ, ഇല്ലല്ലോ, ഭക്ഷണം വാങ്ങിയിട്ടുണ്ടല്ലോ, അപ്പോൾ എങ്ങനെയാ പട്ടിണിയാകുന്നത്? അവൾ ചോദിച്ചു. ആർക്ക് വേണം ഈ കുഴിമന്തി? എനിക്ക് വേണ്ടത് വേറെ പല കാര്യങ്ങളുമാണ്. ഞാൻ ഇതുവരെ കാണാത്ത, ഇതുവരെ അറിയാത്ത പല രുചിയും, കണ്ണിനും മനസ്സിനും കുളിർമയുള്ള, എന്നും ഓർത്തിരിക്കുന്ന പല കാഴ്ചകളും പല സ്പർശനങ്ങളും എല്ലാമാണ് എനിക്ക് വേണ്ടത്. തരുമോ? അവൻ ചോദിച്ചതും അവൾ നാണത്തോടെ അവൻ്റെ കൈത്തണ്ടയിൽ പിടിച്ചുകൊണ്ട് അവൻ്റെ തോളിലേക്ക് കിടന്നു. അവൻ അത് കണ്ടതും ഒരു പുഞ്ചിരിയോടെ വണ്ടി ഓടിച്ചു. എന്നാലും ഇന്ന് എന്തൊക്കെയാ സംഭവിച്ചത് അല്ലേ? ഒറ്റ ദിവസം കൊണ്ട് പലരുടെയും ജീവിതം മാറി മറിഞ്ഞു. ഉപേക്ഷിക്കാൻ പോയ ആള് പൂർവാധികം ശക്തിയോടെ ആ പ്രണയത്തെ തിരിച്ചു പിടിച്ചു. അക്കൂട്ടത്തില് ലക്ഷ്മിയുടെ ജീവിതത്തില് അവൾ പറഞ്ഞു കേട്ട ഒരാളെ നമ്മൾ കണ്ടു. ശരിക്കും പറഞ്ഞാൽ അവനെയെല്ലാം നല്ല പച്ചയ്ക്ക് തീ കൊളുത്തണം. പക്ഷേ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? പല പെണ്ണുങ്ങളും പ്രതികരിക്കുന്നില്ല. അല്ലെങ്കിൽ ആ ദേവിക വിശ്വനാഥൻ ഇങ്ങനെ അവൻ്റെ ഭാര്യയായിട്ട് ജീവിക്കില്ലായിരുന്നുവല്ലോ. അവൾക്കൊക്കെ എന്തിൻ്റെ കുഴപ്പമാണാവോ? ദേഷ്യത്തോടെ ഇഷാനി പറഞ്ഞതും അതിൻ്റെ കാരണം, യഥാർത്ഥ കാരണം അറിയാതെ നമുക്ക് ദേവിക വിശ്വനാഥനെ കുറ്റം പറയാൻ പറ്റില്ല. വണ്ടി ഓടിക്കുന്നതിൻ്റെ ഇടയിൽ ഉദയൻ പറഞ്ഞു. എന്ത് കാരണം? പുറകിൽ ഇരുന്നു കൊണ്ട് സാന്ദ്രയും ഇഷാനിയും ഒരുപോലെ ചോദിച്ചു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.